ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് കാണാൻ പോകുന്ന അടിപൊളി ഒരു കഥയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ പ്രണയം നടിച്ച് കൊണ്ടുപോയി കൂടെയുള്ളവർക്കും കൂട്ടുകാർക്കും എല്ലാം വിറ്റ ഒരുത്തൻ്റെ കഥയാണ്. അപ്പോൾ ആ പെണ്ണാണെങ്കിൽ പിന്നെ അവരോടൊക്കെ പ്രതികാരം ചെയ്യും. അതാണ് കേട്ടോ ഈ സംഭവം. അടിപൊളി കഥയാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ കഥ തുടങ്ങുമ്പോഴേ കാണിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ഒരു ഇറച്ചി കഷ്ണം നല്ല വെട്ടി അടിപൊളിയാക്കി പീസാക്കി വെള്ളത്തിലൊക്കെ എടുത്ത് കഴുകിയെടുത്ത് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ സ്മെല്ലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഡോറിൻ്റെ ബെല്ലടിക്കും. അപ്പോൾ ബെല്ലടിച്ച് കേട്ടതേ പെണ്ണ് പെട്ടെന്ന് ചിരിക്കും കേട്ടോ. അതൊരു വിഷമഭാവമായിരുന്നു. അപ്പോൾ ഡോർ തുറന്ന് നോക്കുമ്പോൾ ഒരുത്തൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കെട്ടിയവനാന്ന് വിചാരിച്ചു, പക്ഷെ അല്ലെന്ന് പറഞ്ഞു. അല്ല. അപ്പോൾ അവൻ ചോദിക്കും, നീ ചാരുവാണോ എന്ന് ചോദിക്കും. അതെ, ഞാൻ ചാരുവാണ്. അങ്ങനെ അവൻ ഉള്ളിലേക്ക് കയറിയിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. ഇവളീ ഉണ്ടാക്കിയ ഇറച്ചി അവന് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കും, നീ കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ വെജിറ്റേറിയനാ, ഞാൻ കുക്ക് ചെയ്യുക മാത്രമേ ഉള്ളൂ, കഴിക്കില്ല എന്നൊക്കെ പറയും. പിന്നെ ചോദിക്കും, നീ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അവൾ ഓർക്കുന്നതാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ നായിക, ചാരുവാണ്. അപ്പോൾ ചാരു ഓർക്കുന്ന കാണിക്കുകയാണ്. അപ്പോൾ ചാരു കുറച്ച് നാൾ മുമ്പത്തെ കാണിക്കുകയാണ്. അപ്പോൾ അവളും അവളുടെ ലവറും കൂടെ ഇവിടെ വരുന്നതും ഇവിടെ ഒന്നിച്ച് സന്തോഷമായിട്ട് കഴിയുന്നതും അതെല്ലാം ആലോചിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ വന്ന ആൾ ചോദിക്കും, നീ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടില്ല, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. അപ്പോൾ അവൾ പറയും, നിനക്ക് അതാണോ അറിയേണ്ടത്, അതോ എൻ്റെ കൂടെ ബെഡിൽ കിടക്കണോ, എങ്കിൽ മുകളിലേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ ചാരു മുകളിലേക്ക് പോകുന്നു നോക്കി ഇവനിങ്ങനെ വെള്ളമിറക്കി ഇരിക്കുകയാണ്. പിന്നെ ഇവന് മുകളിലേക്ക് പോകും കേട്ടോ. പിന്നെ ഇതൊരു അടിപൊളി സീനാണ്. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ പോയി കിടക്കുമ്പോഴേ ഒരു ശവം പോലെയാണ് കിടക്കുന്നത്. ഇവൾക്കൊരു വികാരവും ഇല്ല. ഇവനാണെങ്കിൽ അപ്പം സംഭവങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ അവളുടെ ബാക്കി ഓർമ്മകളാണ് കാണിക്കുന്നത്. അതിനുശേഷം കാമുകൻ ഇവളെ ഒരുപാട് ഉപദ്രവിക്കുകയും കണ്ടില്ല, ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടായി, ക്രൂരമായിട്ട് പെരുമാറിയിട്ടോ. പിന്നെ അവനാണെങ്കിൽ പെണ്ണിനെ ഓരോരുത്തർക്കും വേണ്ടി വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, ശരിക്കും സ്നേഹിച്ചു കൊണ്ടുവന്നൊന്നുമല്ല. അപ്പം പറയുന്നൊക്കെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ പെണ്ണിപ്പം കാണിക്കുന്നതാണ്. അപ്പം എന്താ, പെണ്ണിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവൻ ചോദിക്കും, നീ എന്താ ചത്തോ, നിനക്കെന്താ ഒരു വികാരമില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഇവളാണെങ്കിൽ ഇവൻ്റെ തലയിൽ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ബെഡ് നോക്ക് ഗൈസ്, ബെഡിൻ്റെ തലവണ്ണൻ്റെ അടിയിലൊരു സംഭവം ഉണ്ട് കേട്ടോ. ആ കത്തിയാണ്. കത്തി എടുത്ത് ശരിക്കും കഴുത്തിന് കുത്തും. അപ്പോൾ അവനെ അങ്ങനെ കൊല്ലും. എന്നിട്ട് ബാത്ത് ടപ്പിലിട്ടിട്ട് ചാരു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശരിക്കും അവൾക്ക് ഒരു ഭയങ്കര പാവമായിരുന്നു അവൾ. അപ്പോൾ അവളുടെ അതൊക്കെ മാറി. എന്ന് വെച്ചാൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഇവൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ. പിന്നെ വിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വരികയാണ്. പിന്നെ ഇവന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനും ഈ ഇറച്ചി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരത്തെ മുമ്പത്തെയാണ് കാണിക്കുന്നത്. അപ്പം അവൻ പിന്നെ പറയും, ഇന്നും 3-4 പേര് വരും, അപ്പോൾ നീ റെഡി ആയിട്ടിരിക്കുക. എന്നിട്ട് കൈ കഴുകാൻ ചെല്ലുന്ന ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ എന്താ, ഒരുത്തൻ്റെ തല കാണും. അപ്പോൾ ആദ്യം വന്ന ഒരുത്തനെ വെട്ടി കൊന്നിട്ടാണ് ഇവനത് തിന്നാൻ കൊടുത്തത്. പിന്നെ ഇവളെ കൊല്ലാൻ നോക്കുമ്പോഴത്തേക്ക് ഇവള് ചുറ്റിക എടുത്ത് ഇവനിട്ടടിക്കും. അടിച്ചിട്ട് അതാണ് ഇപ്പോൾ വന്നവന് തിന്നാൻ കൊടുത്തത്. അങ്ങനെ പക്ഷെ ഇപ്പം വന്നവന് ഇവളെ നേരത്തെ അറിയില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോരുത്തർ വരുമ്പം അവരെയൊക്കെ ഇങ്ങനെ കൊന്നിട്ട് അടുത്ത വന്ന ആൾക്ക് തിന്നാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ ഭയങ്കര ഒരു സൈക്കോ പോലെ ആയി കേട്ടോ. എന്ന് വെച്ചാൽ അത്ര ഉപദ്രവിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ. അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ ഇപ്പം വന്നിട്ടില്ലേ, അവനെയാണ് ഇപ്പം നേരത്തെ കണ്ടോ, അതാ ബെൽ റിങ്ങിങ് എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ വരാറായി. അങ്ങനെ ഇവള് സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്നതായിട്ട് കാണിക്കുന്ന ലാസ്റ്റ് അങ്ങനെ തീരും കേട്ടോ. നല്ലൊരു അടിപൊളി കഥയാണ്. അപ്പോൾ എല്ലാവരും കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും.